വിവാഹാലോചനയിൽ നിന്നും പിന്മാറിയതിൽ യുവാവിൻ്റെ പ്രതികാര നടപടി. ചെന്നിത്തല കാരാഴ്മയിൽ ഒരു യുവതിയുടെ വീട് കയറി ആക്രമിച്ചു. 5 പേർക്കാണ് വെട്ടേറ്റത്. 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നാണ് ഞങ്ങളുടെ ആലപ്പുഴ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രതി രഞ്ജിത്ത് രാജേന്ദ്രനെ പോലീസ് മാന്നാറിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മനീഷ് മഹിപാൽ വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ പിന്നിൽ നടന്നത്? വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്നതിൻ്റെ പേരിൽ വീട് കയറി വിട്ടു. ഇതൊക്കെ എന്ത് കാഴ്ചകളാണ് ഈ കേരളത്തിൽ നടക്കുന്നത്? SK, അതെ, ഇങ്ങനൊരു വാർത്ത ആദ്യം കേട്ടു. ഇതിന്റെ വിശദാംശങ്ങൾ തിരക്കി. പോലീസ് ഇത് സംബന്ധിച്ച് പറയുന്നത് ഈ 2 പേരാണ് നിലവിൽ ഗുരുതരാവസ്ഥയിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കഴിയുന്നത്. ഒന്ന് സജിന, 24 വയസ്സുള്ളൂ സജിനയ്ക്ക്. ഒപ്പം തന്നെ സജിനയുടെ പിതാവ് റാഷുദ്ദീൻ. ഈ സജിനയുടെ ഭർത്താവ് മുൻപ് നേരത്തെ മരിച്ചു പോയിരുന്നു. പിന്നീട് ഒരു പുനർവിവാഹത്തിന് വേണ്ടി ആലോചിച്ചിരുന്നു. ആ സമയത്താണ് പ്രതിയായിട്ടുള്ള രഞ്ജിത്ത് രാജേന്ദ്രനുമായിട്ടുള്ള ഒരു ആലോചന വന്നത്. പക്ഷേ പിന്നീട് ഈ പ്രതിയുടെ സ്വഭാവ ദൂഷ്യം മനസ്സിലാക്കി വിവാഹ ആലോചനയിൽ നിന്നും റാഷുദ്ദീനും ഒപ്പം തന്നെ റാഷുദ്ദീൻ മകളുടെ വിവാഹത്തിൽ നിന്നും പിന്മാറിയിരുന്നു. അത് വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷെ പിന്നീട് ഈ പ്രതി രഞ്ജിത്ത് രാജേന്ദ്രൻ നിരന്തരമായി ഇവരുടെ മാന്നാർ ചെന്നിത്തലയിലെ വീട്ടിൽ സ്ഥിരമായി എത്താൻ തുടങ്ങി. പക്ഷേ പിന്നീട് സജിന വിദേശത്തേക്ക് പോയി. വിദേശത്ത് കുവൈറ്റിൽ നേഴ്സായി ജോലി തുടർന്നു. അങ്ങനെ 2 വർഷം അവിടെ ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇന്നലെ സജിന മടങ്ങി വീട്ടിലേക്ക്, മാന്നാറിലെ ചെന്നിത്തലയിലെ വീട്ടിലേക്ക് എത്തി. ഇതറിഞ്ഞ് തൻ്റെ വിവാഹ ആലോചന മുടങ്ങി, അല്ലെങ്കിൽ തന്നെ അവർ സ്വീകരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ പ്രതി രഞ്ജിത്ത് രാജേന്ദ്രൻ ഇന്നലെ രാത്രി 10 മണി കഴിഞ്ഞ് ഇവരുടെ വീട്ടിലേക്കെത്തിയ സമയത്ത് വെട്ടുകത്തിയുമായിട്ടാണ് വീട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ സജിന, 24 വയസ്സുള്ള സജിനെ ആദ്യം വെട്ടുകത്തി കൊണ്ട് മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ആ സമയത്ത് പിതാവ് റാഷുദ്ദീനും ഒപ്പം തന്നെ സഹോദരി ഭർത്താവായിട്ടുള്ള ബിനുവും ഓടിയെത്തി ഇയാളുടെ കൈവശം ഉണ്ടായിരുന്ന വെട്ടുകത്തി പിടിച്ചു മാറ്റി. പക്ഷേ ഇയാൾ വെട്ടുകത്തി മാത്രമായിരുന്നില്ല കയ്യിൽ കരുതിയിരുന്നത്. ഇയാളുടെ കയ്യിൽ ആക്സോ ബ്ലേഡ് പോലുള്ള മൂർച്ചയേറിയ മറ്റൊരു ആയുധം കൂടി ഉണ്ടായിരുന്നു. അത് കൊണ്ട് ഈ നിർമ്മലയെ, അതായത് റാഷിദിൻ്റെ, അത് ഈ സജിനയുടെ അമ്മയെയും നിർമ്മലയെയും ഒപ്പം തന്നെ ഈ ബിനുവിനെ, സഹോദര ഭർത്താവ് ബിനുവിനെയും റാഷിദിനെയും അതുകൊണ്ട് മുറിവേൽപ്പിച്ചു. മകൻ സുജിത്ത് ഓടിയെത്തി സുജിത്തിനെയും വെട്ടി പരിക്കേൽപ്പിച്ചു. അങ്ങനെ 5 പേരെ വെട്ടി പരിക്കേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. നിലവിൽ 3 പേരെ മാന്നാറിലെ താലൂക്ക് ആശുപത്രിയിലും ഒപ്പം തന്നെ റാഷുദിനെയും മകൾ സജിനെയും വണ്ടാനം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാട്ടുകാർ തന്നെ, ഈ ബഹളം കേട്ട് മാന്നാറിലെ ചെന്നിത്തലയിലെ നാട്ടുകാർ ഓടിക്കൂടിയെത്തിയാണ് ഈ പ്രതിയെ കീഴ്പ്പെടുത്തിയത്. പ്രതിയുടെ കൈവശത്ത് നിന്ന് വെട്ടുകത്തി മാറ്റിവെച്ച് പിന്നീട് പ്രതിയെ കെട്ടിയിടുകയായിരുന്നു. അങ്ങനെ മാന്നാറിൽ നിന്നും പോലീസ് എത്തി. ചെങ്ങന്നൂർ DYSP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ട് സ്ഥലത്തെത്തി. ഇതിന് കാരണം നിലവിൽ പ്രതി പറയുന്നത് വിവാഹ ആലോചനയിൽ നിന്ന് പിന്മാറിയതിൻ്റെ വൈരാഗ്യമാണെന്നാണ്. എന്താണെങ്കിലും പ്രതിയെ പോലീസ് കസ്റ്റഡിയിലുണ്ട്. അയാൾ ചോദ്യം ചെയ്ത് വരുന്ന അയാളുടെ അറസ്റ്റ് രാവിലെ രേഖപ്പെടുത്തും. ഒപ്പം തന്നെ ഈ മകൾ 24 വയസ്സുള്ള സജിനയുടെയും ഒപ്പം തന്നെ റാഷുദ്ദീൻ്റെയും നില ഗുരുതരമായി തുടരുകയാണ്. SK. ഓക്കെ, താങ്ക് യു മനീഷ് മഹിപാൽ.